ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഷണ്ടിയിൽ മുടി കിളിർക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് പറയാൻ പോണത് കേട്ടോ. അതുപോലെ തന്നെ താരനും മുടി കൊഴിച്ചിൽ അകാലനര ഇതൊക്കെ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ സിറമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഒറ്റ സംഭവം മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. പിന്നെ 100% റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും മറ്റു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സിറം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പിടി ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള എടുക്കാം കേട്ടോ. പക്ഷേ ചെറിയുള്ളി എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം. പിന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞേരോ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എങ്കിലാണ് ഞാൻ അടുത്തതായിട്ട് ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ചെറിയ ജാറിൽ നമുക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് അരയ്ക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഉള്ളി മാത്രം ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ നീര് മാത്രം നമുക്ക് പിഴിഞ്ഞെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇട്ടിട്ടാണ് അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പയിലും അരിച്ചെടുക്കാം കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങനെ കോട്ടൻ തുണിയിലിട്ടിട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് നീരും പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് നീരും കിട്ടാനുള്ളൊരു മാർഗ്ഗം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുള്ളും അരിച്ചെടുക്കാം. ഈ ഉള്ളിനീര് നമ്മുടെ മുടി വളരാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അതുപോലെ ഉള്ളിനീരിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഈ സൾഫർ നമ്മുടെ കൊളാജൻ എന്ന പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് കൊളാജൻ. അപ്പോൾ അത് നമുക്ക് ഉള്ളിനീരിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ തലയിലുണ്ടാകുന്ന താരം മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി സെറാണ് കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഇത്രയുമാണ് നീര് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു പ്രാവശ്യം നമുക്ക് തലയിൽ പരട്ടാനുള്ളതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. പിന്നെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് നീരുണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണത് അത്ര എഫക്റ്റീവ് അല്ല കേട്ടോ. നമ്മളിത് ആ സമയത്തിന് ഉണ്ടാക്കിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ പുരട്ടി ഉപയോഗിക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി അപ്പോൾ തന്നെ നമ്മൾ ഇത് തലയിൽ പുരട്ടുക. ഇത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് നമുക്ക് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. തലയൊട്ടിയിലും തലമുടിയിലൊക്കെ നന്നായിട്ട് തേച്ചിട്ട് നന്നായിട്ട് ചെറിയൊരു മസാജൊക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരമണിക്കൂറിന് ശേഷം കുളിക്കാം. പിന്നെ കുളിക്കുമ്പോൾ നമ്മളിതിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു ഉപയോഗിക്കുക. ഇതിന് ചെറിയൊരു ഉള്ളിയുടെ മണം ഉണ്ടാവും. അപ്പോൾ ആ മണം പോകാനായിട്ട് മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കട്ടെ. വീര്യം കൂടിയ ഷാമ്പു ഉപയോഗിക്കരുത്. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ഒരു ഉള്ളിനീര് കൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ആ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. 1-2 ദിവസം ട്രൈ ചെയ്തിട്ട് പിന്നെ നിർത്തരുത്. നമുക്കിത് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കഷണ്ടിയിലൊക്കെ മുടി കിളിർക്കണം എന്നുണ്ടെങ്കിൽ മിനിമം നമ്മൾ ഒരു മാസമെങ്കിലും നമ്മളിത് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം കഷണ്ടിയിൽ മുടി കിളിർക്കാന്ന് പറയുമ്പോൾ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒരു മടിയും വേണ്ട കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്സുകളും റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്